ഹലോ മച്ചന്മാരെ, എൻ്റെ തെങ്കാശി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൊക്കെ കയറി ഞാൻ പെട്ടെന്ന് തൊഴുതിറങ്ങി കേട്ടോ. കാരണം അടുത്ത സ്പോട്ടിൽ പോണേ. ഇവിടെ അധികം ദൂരെയില്ലാണ്ട് സൺഫ്ലവർ ഗാർഡൻ ഉണ്ട് സുന്ദരപാണ്ഡ്യപുരത്ത്. അങ്ങോട്ട് പോകാൻ ആദ്യം തീരുമാനിച്ചത്. പിന്നെ ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ അതിന്റെ സീസൺ ആയില്ലാത്രേ. സോ പ്ലാൻ ബി നടപ്പാക്കാന്ന് വെച്ചു. ഇത് കണ്ടില്ലേ, സ്കൂളിലെ കുട്ടികളെ കളരിപ്പയറ്റിലെ കോൽ വെച്ചിട്ടുള്ള പയറ്റ് പഠിപ്പിക്കുന്നത്. ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നേ ഉള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ. നമ്മുടെ ഇങ്ങനെയൊക്കെ തുടങ്ങായിരുന്നല്ലേ. സോ പ്ലാൻ ബി ആണ് കുറ്റാലം വെള്ളച്ചാട്ടം. സ്റ്റാൻഡിൽ നിന്ന് ഒരു ഹാഫ് അവർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താം. കുറച്ച് നടക്കാനുണ്ട്. പോകുന്ന വഴികളിൽ കുറേ കടകളും ഉണ്ട്. അതിലും കൂടുതൽ കുരങ്ങന്മാരുണ്ട്. ശ്രദ്ധിച്ച് നടന്നില്ലേ നമ്മുടെ ഫോൺ വരെ ഇവന്മാരെ തൂക്കിക്കൊണ്ടുപോകും. ഇതേ കണ്ടില്ലേ, ഇത് സാമ്പിളാണ്, ഇതൊന്നും അല്ല അവസ്ഥ. ആക്ച്വലി കുറ്റാലം വെള്ളച്ചാട്ടം സ്പാ ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ചിറ്റാർപ്പുഴയുടെ വെള്ളമാണിത്. ഇത് ഏതൊക്കെയോ വനമേഖലകളിൽ കൂടി ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിന് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വരുന്നവരെല്ലാം ഈ വെള്ളത്തിൽ നനയുന്നുണ്ട്. ചെറിയ തോതിൽ നനയൊന്നും അല്ല കേട്ടോ, കുളിക്കുകയാണ്. തമാശയില്ല, ചിലർ ഷാമ്പു വരെ ഇട്ട് അതിന്റെ ചോട്ടിൽ പോയി തല കഴുകുന്നുണ്ട്. ചിലർ ആ വെള്ളം കുടത്തിൽ പിടിക്കുന്നുണ്ട്. കൂടുതലും തമിഴ്സ് ആണ്. എനിക്കതല്ല ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലേ നമുക്ക്. തമിഴ്നാടിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ അത്ര കാര്യമായി ബാധിക്കാറില്ല. ഇവിടെ മഴനിഴൽ പ്രദേശമാണ്. സോ അതിന്റെ നേർത്ത മഴച്ചാറ്റിൽ മാത്രം ഇടയ്ക്ക് ഇങ്ങനെ വരും. അത് നല്ല രസമാണ് കൊള്ളാൻ. നമ്മളെ നനയ്ക്കില്ല, ചുമ്മാ ഒരു ഷവർ മാതിരി വെള്ളം ഇങ്ങനെ വെതറിയിട്ടങ്ങ് പോകും. എന്തായാലും വന്നാലേ എല്ലാവരും കുളിക്കുന്നു. ഞാനും എൻ്റെ കൈയൊന്നും നനച്ചില്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിന് എന്നാ തോന്നും. അതുകൊണ്ട് ഞാനും ഒന്ന് തൊട്ട് കേട്ടോ വെള്ളത്തിൽ. നല്ല തണുപ്പുണ്ട്. അവിടെ അടുത്ത് ചെന്ന് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചപ്പോഴാണ്, കണ്ടോ, ഇങ്ങനെ കുറെ കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കല്ലുകളില്. ശിവലിംഗവും സരസ്വതി ദേവിയും അങ്ങനെ ഏതൊക്കെയോ രൂപങ്ങള്. ചിലപ്പോൾ വെള്ളം ഇല്ലാതെ വരുന്ന സമയങ്ങളിൽ ചെയ്തതാവും. അതോ നേരത്തെ ഉണ്ടായിരുന്നോ, എനിക്ക് ശരിക്കും അറിയില്ല. ആണുങ്ങൾക്ക് ഈ സെക്ഷൻ, പെണ്ണുങ്ങൾക്ക് അപ്പുറമുള്ള സെക്ഷൻ. എന്തായാലും കൊള്ളാല്ലേ സംഭവം. അപ്പോൾ എൻ്റെ തെങ്കാശി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സൺഫ്ലവർ ഗാർഡൻ കാണാൻ വീണ്ടും ഒരിക്കൽ കൂടി വരണമെന്നുള്ള എൻ്റെ ശുഭാപ്തി വിശ്വാസത്തിൽ എൻ്റെ ഗൈസ് ബൈ.